അതിന് ബുഖാരിയിലെ ഹദീസാണ് ഇമാം നബവി റഹിമഹുല്ലാഹ് തെളിവ് പറഞ്ഞത്. ഇരിക്കട്ടെ, പറഞ്ഞ വിഷയത്തിലേക്ക് പോകുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം അതാ വെള്ളിയുടെ ചിപ്പിയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചോ. ഉസ്താദ് അവர்கள் വെള്ളിയുടെയും പൊന്നിന്റെയും സാധനമല്ല ഉണ്ടാക്കുന്നത്, കോൺക്രീറ്റ് പള്ളിയാ ഉണ്ടാക്കുന്നത്. എന്തിന്? അത് സൂക്ഷിക്കാൻ മാത്രമല്ല, ആദരവോടെ സൂക്ഷിക്കപ്പെടുന്നതിന്റെ പുറമെ അത് കാണാൻ വരുന്ന മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാനാണ് പള്ളി. അക്കാരണത്താലും ഒരൊറ്റ മനുഷ്യന്റെ നിസ്കാരം ഖളാ ആയിക്കൂടാ. എത്ര ജനങ്ങൾ വന്നാലും ഖളാ ആയിക്കൂടാ. അവർക്ക് ജമാഅത്തോടെ നിസ്കരിക്കണം. അതിനാ പള്ളി. അത് അവിടുത്തെ സ്വഭാവമാണ്. അറിയാമല്ലോ, ഈ വടകരയിലെ ഒരു പ്രദേശം, പുതിയ ബസ് സ്റ്റാൻഡിന്റെ സമീപം, നാരായണ നഗർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അവിടെ ബസ് സ്റ്റാൻഡ് വരുന്നു എന്ന് കേട്ടപ്പോ എന്റെ നാട്ടുകാരൊക്കെ ഒരുപാട് ആളുകൾ ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് സ്ഥലമെടുക്കുകയാണ്. എന്തിന്? ബിൽഡിംഗ് ഉണ്ടാക്കാൻ സ്ഥലം എടുക്കുകയാണ്. എല്ലാവർക്കും ബിസിനസ്സാ ഉദ്ദേശം. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അവരൊക്കെ നമ്മളെ പ്രസ്ഥാനത്തെ സഹായിക്കുന്ന മുതലാളിമാരാണ്. അള്ളാഹുവേ, ദീനിനെ സഹായിക്കുന്നവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പക്ഷേ ഈ കേരളത്തിൽ ഒരൊറ്റ മനുഷ്യൻ ചിന്തിച്ചു, ഇവരൊക്കെ വന്നിവിടെ കച്ചവടം തുടങ്ങി ആ ബസ് സ്റ്റാൻഡ് വന്നാൽ ഇവർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി വേണ്ടേ? അത് ചിന്തിക്കാനുണ്ടായ ഒരേ ഒരു പണ്ഡിതൻ, അതാണ് ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ്. അതുകൊണ്ട് തന്നെ വടകര ബസ് സ്റ്റാൻഡിൽ വരുന്ന ഏതൊരാൾക്കും ധൈര്യത്തോടെ ജുമഅ നിസ്കരിക്കാൻ, അതെ അറബിയിൽ തന്നെ സഹീഹായ ജുമഅയിൽ പങ്കെടുക്കാൻ, നിസ്കരിക്കാൻ അവിടുത്തേക്ക് അല്ലാഹു തആല അതിന് സംവിധാനമുണ്ടാക്കാൻ തൗഫീഖ് നൽകി. അല്ലാഹുവിന്റെ ഹബീബായ നബിയെ സ്നേഹിക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നിസ്കരിക്കാൻ പള്ളി വേണ്ടേ? ആ പള്ളി ആർക്കും പ്രത്യേകം ഒരു ക്രെഡിറ്റ് വേണ്ട, മറിച്ച് എല്ലാ മുഅ്മിനീങ്ങൾക്കും അതിന്റെ ബറക്കത്ത് ലഭിക്കട്ടെ എന്ന നിലക്ക് ആ പള്ളി ഉണ്ടാക്കാൻ ലക്ഷക്കണക്കിന് ഉറുപ്പിക പള്ളിക്ക് വേണ്ടി കൊടുക്കുന്ന എത്രയെത്ര ആയിരക്കണക്കിന് വിദേശത്തുള്ള മഹാന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളൊക്കെ പല സ്ഥലത്തും പള്ളി എടുക്കാറുള്ളത് പലപ്പോഴും അതാ പലരും സഹായിച്ചിട്ടല്ലേ. പക്ഷെ ഈ പള്ളി ഉസ്താദ് അവர்கள் തീരുമാനിച്ചു എല്ലാ മുഅ്മിനീങ്ങൾക്കും പങ്കുചേരാൻ കഴിയണം. അതുകൊണ്ടൊരു 4 ലക്ഷം ആളുകളിൽ നിന്ന് ഓരോരുത്തർ 1000 രൂപ വീതം ഓരോരുത്തരോട് വാങ്ങി അതാ ഇന്ത്യ രാജ്യത്തിന് അഭിമാനമാകുന്ന, രാജ്യത്തെന്നും സ്മരിക്കപ്പെടുന്ന, ലോകത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം സൂക്ഷിക്കുന്ന സ്ഥലം അവിടുത്തോടുള്ള ആദരവോട്, അവിടെ വരുന്നവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യത്തോട് ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ എന്തിനാ ജമാഅത്തുകാരാ അസൂയ? നല്ലത് ചെയ്യാനോ കഴിയുന്നില്ല. യുമസ്സിഖുൽ ഖിർദു സഫറൻ ലിസഫാരിയത്തി ഇദാ